പിന്നെ പണ്ട് കാലത്ത് കാരണവന്മാരുടെ പഴഞ്ചൊല്ലുണ്ട്, എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയെന്ന് പറഞ്ഞ പോലെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് 1 മാസമാകുമ്പോഴും ആരോഗ്യവകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കടമെടുത്തത് 10,400 കോടി രൂപ. ആരോഗ്യ കേന്ദ്രത്തിൽ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ ചികിത്സ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചെന്ന പരാതി. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന് പരാതി. KSRTC ബസ്സിൽ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്ന ഹാപ്പി ലോങ് ലൈഫ് പദ്ധതി നിലച്ചു. തിരുവനന്തപുരത്ത് സർക്കാർ ആശുപത്രിയിൽ രോഗിക്ക് ചികിത്സ നൽകിയത് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ. മലപ്പുറം ചോക്കാട് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നൽകുന്നത് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നടപടികൾ പൂർണ്ണമായും അവതാളത്തിൽ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ താളം തെറ്റുന്നു. അങ്കണവാടികളിലേക്ക് വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിലും ക്രമക്കേട്. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചതോടെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിലും പോഷകാഹാര വിതരണത്തിലും പ്രതിസന്ധി. മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിരുന്നതാണ്. ചോദ്യങ്ങളെ പേടിയാണോ?